ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിതേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കുഞ്ഞു വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും എക്സാമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇതേ ഇവിടെ മനു ഇതേ സ്കൂൾ വിട്ട് വന്ന ഒരു ടൈമിലുള്ളൊരു വീഡിയോ ക്ലിപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് എക്സാമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നാളെ കഴിഞ്ഞ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നാളത്തെ വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ അവനിതേ ഇപ്പോൾ വന്ന് കയറി ഉടനെ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന മറുപടി പറയുന്നൊക്കെ ഉണ്ട്. നാളെ കഴിഞ്ഞുള്ള ദിവസമാണ് ഇവർക്ക് എക്സാം തുടങ്ങുന്നത്. 5-ാം തീയതിയോട് കൂടി എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു അല്ലേ? തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഇവിടുത്തെ വിശേഷങ്ങൾ എക്സാം ആണെന്ന് പറഞ്ഞാലും സാധാരണ ദിവസങ്ങളെ പോലെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനത് വന്ന സമയം കൊണ്ട് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂസൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൂസ് അപ്പോൾ വീഡിയോ ഞാൻ ഫോൺ വെച്ചിട്ട് അവനിങ്ങനെ നോക്കുകയാണ്. അവനെ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പുല്ലിൻ്റെ കാര്യം. ഇവിടുത്തെ പുല്ലിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. ഇത് നമ്മൾ പറിച്ച് അപ്പുറത്ത് എത്തുമ്പോഴേക്കും ഇവിടെ വീണ്ടും മുളയ്ക്കും കേട്ടോ. ഒരൊറ്റ ദിവസം മതി ഇവിടെ ഇങ്ങനെ പുല്ല് നിറയാൻ. പിന്നെ നമ്മൾ നടക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ പുല്ല് പോകണമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഫുള്ള് പച്ച കളറിലായിട്ട് പുല്ല് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പറിച്ചാലും വരും അങ്ങനെയാണേ. പിന്നെ ഇതിൽ ചില പുല്ലുകൾ നിലം ഒട്ടി നിൽക്കുന്ന സൈസ് പുല്ലുകളാണ് കേട്ടോ. അത് ചില സമയത്ത് പറിക്കാനും കിട്ടില്ല, അങ്ങനത്തെ ഒരു പുല്ലുകളാണ്. അപ്പോൾ ഇനി നമുക്ക് കുറേ പറിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥിരം പരിപാടികളാണിത് പുല്ല് പറിക്കൽ. അപ്പോൾ ഇനി ഇതങ്ങനെ ഈ മഴയൊക്കെ ഒന്ന് തീരുന്നത് വരെ ഉണ്ടായിരിക്കും കേട്ടോ. മഴയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. രാവിലെ നമ്മൾ ദോശയാണെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാവിലെ തെളിദോശ, നീർദോശ എന്നൊക്കെ പറയുന്ന ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇത് എന്നും ഒരേ സംഭവം തന്നെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി പിടിക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ ചട്ടിയുടെ നടുഭാഗത്ത് ഒട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതുവരെ സവാളയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, വീട്ടിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ എണ്ണ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ സവാള തേച്ച് കൊടുക്കാതെ നിൽക്കുമോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നടുക്ക് ഇതുപോലെ ഒരു കുഴിയായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഒരു ഓട്ടയൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ അങ്ങനെ ദോശയും ഉള്ളിയുടെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും അപ്പൂസും ചായ കുടിച്ചു. ഇതാണ് നമ്മുടെ ചായ കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു കർമൂസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പറിക്കാനുള്ളത് ഇവിടെ ഉണ്ട്. പഴുപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇത് പഴുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇന്ന് മുറിച്ചെടുത്തു. പക്ഷെ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് കോവയ്ക്കയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കോവയ്ക്ക ഇവിടെ ഞാൻ കഴിക്കുന്ന ഒരു സംഭവമല്ല. മനു ആദ്യമൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കഴിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ സവാളയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. അത് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, കാണുന്നതേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ നരിഞ്ഞ് അത് കഴുകിയിട്ടാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ കോവയ്ക്ക. മറ്റതൊക്കെ പിന്നെ നമ്മൾ അതിന് മുന്നേ ശേഷം ഒക്കെ കഴുകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ മോരുകറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കർമൂസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ടൊന്ന് 2-3 വിസിലടിച്ചെടുത്തു. അതിന് ശേഷം തേങ്ങ, ജീരകം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ തൈരും കൂടെയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈര് ഞാൻ അടിച്ചെടുത്തിട്ടില്ലേ, അല്ലാതെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് കടുക്, ഉലുവ, ചുവന്ന മുളകും കൂടെ ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഉപ്പേരിയിൽ ഞാനിതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എണ്ണയിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം അതങ്ങോട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. അതങ്ങനെ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടെയൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പള്ളിയും സ്കൂൾ ബസ്സുകളൊക്കെ അങ്ങനെ പോകുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാത്തു നിന്നു. മനു എത്തിയിട്ടോ. മനു എത്തുന്നത് നമുക്ക് അവിടെ ബസ്സൊക്കെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആളെത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് പാൽച്ചായ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. സാധാരണ നമ്മൾ കട്ടൻ ചായ നമ്മൾ പൊടി കുറച്ച് ഇടാറുള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ പാലിലേക്കാണ് പൊടി ഇട്ട് കൊടുക്കണത്. അങ്ങനെ പാലൊക്കെ തിളക്കിച്ച് വരാനായപ്പോഴേക്കും നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങോട്ട് തിളക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ചങ്ങോട്ട് പോകും കേട്ടോ. പാല് കാച്ചലിനൊക്കെ തിളപ്പിക്കില്ലേ, അതുപോലെ തിളച്ചങ്ങോട്ട് പോവും. അപ്പോൾ അതിന് ഞാൻ സമ്മതിച്ചില്ല. അതിനെ ഇളക്കി തീ കുറച്ചും കൂട്ടി അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ചായയും റെഡിയായി. ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്നും 10 മണിക്ക് വീഡിയോ ചെയ്യാറുണ്ട്, കാണണേ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.